ആപ്പിൾ ട്രോണിക്സിൻ്റെ പുതിയൊരു സർവീസ് റിലേറ്റഡ് വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വീഡിയോയിൽ ആപ്പിൾ വാച്ച് സീരീസ് 4ൻ്റെ പവർ ബട്ടൺ റെസ്പോണ്ട് ചെയ്യാത്തത് റിപ്പയർ ചെയ്യുന്നതാണ് ഈ വീഡിയോ. ആപ്പിൾ വാച്ചുകൾ കുറച്ച് പഴക്കം ചെന്ന് കഴിയുമ്പോൾ ക്രൗൺ ഇഷ്യൂസ്, പവർ ബട്ടൺ റെസ്പോണ്ട് ചെയ്യാത്ത ഇഷ്യൂസ്, അങ്ങനെ കുറച്ച് പ്രോബ്ലംസ് ഉണ്ടാകുന്നുണ്ട്. അത് ഇതിൻ്റെ വാട്ടർ സീൽ ഫെയിലായിട്ട് വെള്ളം അകത്ത് പോയിട്ടുണ്ടാകുന്ന കംപ്ലൈൻറ്റുകളാണ് കൂടുതലും ഇങ്ങനെ ഉണ്ടാകാറുള്ളത്. അപ്പോൾ ഇത് സീരീസ് 4 വാച്ചാണ്. ഇതിൻ്റെ പവർ ബട്ടൺ റെസ്പോണ്ട് ചെയ്യാത്തത് റിപ്പയർ ചെയ്യുന്നതാണ് ഈ വീഡിയോ. ഇതിൽ ഈ സ്വിച്ച് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ യാതൊരുവിധ റെസ്പോൺസും ഇതിനില്ല. ഇത് ഓൺ ആകണമെന്നുണ്ടെങ്കിൽ, ബാറ്ററി തീർന്നിട്ട് ഓൺ ആകണമെന്നുണ്ടെങ്കിൽ നമ്മൾ ചാർജിങ് ഡോക്കിൽ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഓൺ ആകും. ചാർജ് തീരുമ്പോൾ ഓഫായി പോകും എന്നുള്ളതേ ഉള്ളൂ. ഈ പവർ ബട്ടൺ റെസ്പോണ്ട് ചെയ്യുന്നില്ല. എന്നാൽ ക്രൗൺ ഫങ്ഷനിങ് ആണ്, ക്രൗൺ വർക്ക് ചെയ്യുന്നുണ്ട്. പവർ ബട്ടൺ മാത്രമേ ഉള്ളൂ ഇതിൽ പ്രോബ്ലം. ഇതാണ് ഇതിൻ്റെ റീപ്ലേസ് ചെയ്യാനുള്ള പാർട്ട്. ഇത് ഒറിജിനൽ പാർട്ട് തന്നെയാണ്. പവർ സ്വിച്ചിൻ്റെ കേബിൾ വിത്ത് സ്വിച്ചാണ് വരുന്നത്. ഇതിൻ്റെ സൈഡിൽ കൂടെ വെള്ളം അകത്ത് പോകുന്നതാണ് ഇതിൻ്റെ കംപ്ലൈൻറ്റ്. ഇതിവിടെ കുറച്ച് നാൾ നമ്മൾ ഉപയോഗിച്ച് കഴിയുമ്പോൾ ഇതിൻ്റെ ചുറ്റുമുള്ള റബ്ബർ സീലുണ്ട്. ആ റബ്ബർ സീല് ഡാമേജ് ആയിട്ട് ഇതിനകത്ത് വെള്ളം കയറും. ഇതിൻ്റെ പവർ ബട്ടൺ റീപ്ലേസ് ചെയ്തു. ഇപ്പം കറക്റ്റായിട്ട് ഇതിൻ്റെ സ്വിച്ച് വർക്ക് ചെയ്യുന്നുണ്ട്. ക്രൗൺ വർക്കിംഗ് ഓക്കെയാണ്. ഇതാണ് ഇതിൻ്റെ കംപ്ലൈൻറ്റ് റീപ്ലേസ് ചെയ്ത പാർട്ട്. ഇതാണ്. അപ്പോൾ ആപ്പിൾ വാച്ച് ഉപയോഗിക്കുന്നവർ കുറച്ച് പഴകിയ വാച്ചാണെന്നുണ്ടെങ്കിൽ വെള്ളത്തിൽ ഇട്ട് ഉപയോഗിക്കുന്നത്, അല്ലെങ്കിൽ സ്വിമ്മിംഗ് പൂളിൽ അല്ല ബാത്തിങ് ടൈമിൽ അങ്ങനെയുള്ള കണ്ടീഷനുകളിൽ വെള്ളം അകത്ത് പോകുന്ന സാഹചര്യം ഒഴിവാക്കുന്നതായിരിക്കും നല്ലത്. കുറച്ച് പഴകി കഴിയുമ്പോൾ അതിൻ്റെ വാട്ടറിൻ്റെ സീലിംഗ് പോയിട്ട് ക്രൗൺ ഇഷ്യൂസ്, അകത്ത് വെള്ളം പോയിട്ട് ബോർഡ് കംപ്ലൈൻ്റ് ആവുന്ന ഇഷ്യൂസ്, സെൻസേഷൻ ഡാമേജ് ആവുന്ന ഇഷ്യൂസ്, അതേപോലെ തന്നെ ഈ പവർ ബട്ടൺ വർക്ക് ചെയ്യാത്ത ഇഷ്യൂസ്, വെള്ളം അകത്ത് പോയിട്ട് ഡിസ്പ്ലേ ഡാമേജ് ആവുന്ന ഇഷ്യൂസ്, ഇതൊക്കെ വരുന്നുണ്ട് ഇപ്പോൾ. അപ്പം മാക്സിമം വെള്ളം അകത്ത് പോകാത്ത രീതിയിൽ അത് ഉപയോഗിക്കാൻ ശ്രമിക്കുക. കുറച്ച് പഴകിയ വാച്ചുകൾ, പുതിയ വാച്ചുകൾക്ക് വലിയ വിഷയമില്ല, വാട്ടർ പ്രൂഫിങ് കറക്റ്റായിട്ട് വർക്ക് ചെയ്യും. വാച്ച് പഴകി കഴിഞ്ഞിട്ടാണ് വാട്ടർ പ്രൂഫിങ് ഇഷ്യൂസ് വരുന്നത്. ആപ്പിൾ വാച്ചുകൾക്ക് ഉണ്ടാകുന്ന എല്ലാവിധ കംപ്ലൈൻറ്റുകളും ഞങ്ങളിവിടെ സോൾവ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എല്ലാ പാർട്സും ഇവിടെ റെഡി അവൈലബിൾ ആണ്. ആപ്പിൾ വാച്ചുകളുടെ സെൻസറുകൾ, ആപ്പിൾ വാച്ചുകളുടെ സെൻസർ കേബിളുകളാണിത്. ഇത് പിന്നെ ഫോഴ്സ് ടച്ചിൻ്റെ 3D ടച്ചിൻ്റെ കേബിളാണിത്. അതേപോലെ ഇത് റീപ്ലേസ് ചെയ്യാനുള്ള ടച്ച് കംപ്ലൈൻറ്റ് വരുന്ന വാച്ചുകൾക്ക്, ഡിസ്പ്ലേയിൽ ടച്ച് കംപ്ലൈൻറ്റ് വരുമ്പോൾ റീപ്ലേസ് ചെയ്യാനുള്ള പാർട്ടാണിത്. അതേപോലെ തന്നെ ഇത് ആപ്പിൾ വാച്ചുകളുടെ ബാക്ക് പോർഷൻ, സെൻസർ വരുന്ന പോർഷൻ പൊട്ടിക്കഴിഞ്ഞാൽ റീപ്ലേസ് ചെയ്യാനുള്ള പാർട്ടാണ്. ഇത് ആപ്പിൾ വാച്ചിൻ്റെ ക്രൗൺ കംപ്ലൈൻറ്റ് വരുമ്പോൾ റീപ്ലേസ് ചെയ്യുന്ന ഡിജിറ്റൽ ക്രൗൺ ആണിത്. എല്ലാ പാർട്സും ഇവിടെ റെഡി ഞങ്ങളുടെ കയ്യിൽ അവൈലബിൾ ആണ്. സർവീസ് ആവശ്യമുള്ളവർ ഞങ്ങളുടെ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക. ആപ്പിൾ പ്രൊഡക്റ്റുകളുടെ റിപ്പയർ സംബന്ധമായി മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.